സ്വാഗതം ശ്രീ എം ജെ മോഹനേന്ദ്രൻ. ഈ കേരളം കായിക രംഗത്ത് ഒരു വലിയ കുതിപ്പ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആ കുതിപ്പിനനുസരിച്ച് അതിനെ കൊണ്ടുപോകേണ്ടവർ ഇത് പക്ഷേ വേണ്ട തരത്തിലൊരു കരുത്ത് പകരാൻ കഴിയാതെ പോകുന്നില്ലേ എന്ന് സംശയമുണ്ട്. കാരണം എന്തിനും ഒരു ഊർജം വേണമല്ലോ. ആ ഊർജം നൽകേണ്ടത് എപ്പോഴും ഒരു ഭരണകൂടമാണ്. കേരളം അങ്ങനൊരു കായിക രംഗത്തൊരു നേട്ടം വേണമെന്ന് ഒരു താല്പര്യമില്ലായ്മയാണോ ഇതിൻ്റെ പിന്നിലുള്ളത്? കായിക രംഗം നമ്മളെ സംബന്ധിച്ചോളം ഒരു വളരെ മറ്റുള്ള സംസ്ഥാനങ്ങളും ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കേണൽ ഗോതവർമ്മ രാജാവിൻ്റെ ദീർഘവീക്ഷണത്തോടെ സ്പോർട്സ് കൗൺസിൽ പോലുള്ള സംരംഭങ്ങൾ തുടങ്ങിക്കൊണ്ട് കായിക താരങ്ങളെ വാർത്തെടുക്കാൻ നമ്മളെല്ലാ സംസ്ഥാനത്തേക്കാളും മുന്നിലായിട്ട് ചിന്തിച്ച് പ്രവർത്തിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പൊലിമ ഇങ്ങനെ പോകുന്നു. അത് ഈ പൈതൃകമായി കിട്ടിയതുപോലായിരുന്നു മറ്റുള്ള ഭരണാധികാരികളുടെയും കായിക സംഘടനകളുടെയും എല്ലാവരുടെയും ധാരണ. പക്ഷേ അത് ധാരണ മാറിയത് മറ്റുള്ള സംസ്ഥാനങ്ങൾ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പബ്ലിസിറ്റി. ഇപ്പം നമ്മൾ ഒരു പ്രോഡക്റ്റ് ഇറക്കിക്കഴിഞ്ഞാലും അതിനൊരു അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിന് കോടികൾ ചിലവാക്കണം, എന്നാലേ അവരുടെ ഉൽപ്പന്നം വിറ്റുപോകും. പക്ഷേ സ്പോർട്സിലെ പെർഫോമൻസാണ് ഒരു രാജ്യത്തിനായാലും ഒരു സംസ്ഥാനത്തിനായാലും മറ്റുള്ളവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു മൂല്യം ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നമ്മുടെ ഭരണകർത്താക്കൾ ഇല്ലാതെ പോയതുകൊണ്ട് സ്പോർട്സിനെ അവഗണിച്ചതാണ് നമ്മുടെ ഇന്നത്തെ സ്പോർട്സിൻ്റെ സംസ്ഥാനത്തിൻ്റെ മൂല്യച്യുതിക്ക് കാരണം. അപ്പോൾ അത് ദീർഘദൃഷ്ടിയുള്ള ഒരു രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ മന്ത്രിയോ ഉണ്ടാവാത്തതിൻ്റെത് ഒരു പോരായ്മയായിട്ടാണ് നമുക്കത് കാണേണ്ടത്. ഈ കേരളത്തിന് പലപ്പോഴും പല താരങ്ങളും മികച്ച നേട്ടം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അവരെ വേണ്ട തരത്തിൽ പിടിച്ചു നിർത്താനായിട്ട് സർക്കാരിന് കഴിയാതെ പോകുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. കാര്യം ഒരു കായിക വകുപ്പിന് ഒരു മന്ത്രിയുണ്ട്. മന്ത്രിക്ക് എല്ലാ കാര്യങ്ങളും അറിയണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ സ്പോർട്സ് താരത്തിനെ മന്ത്രിയാക്കിയാലും അയാൾ ചെയ്യുന്ന കായിക ഇനത്തിന് അറിവ് കൂടുതലുണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് വിവിധ ദിനം കായിക ഇനങ്ങളുണ്ട്. അപ്പോൾ ഒരു സ്പോർട്സ് മന്ത്രി ഉണ്ടെങ്കിൽ ആ സ്പോർട്സ് മന്ത്രി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരെ ഉപദേശം. ഇപ്പോൾ പ്രധാനമന്ത്രി എന്താ ചെയ്യുന്നത്? എല്ലാം വിദഗ്ധരായിട്ട് ആൾക്കാരെ ഉപദേശം തേടിയിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അതേപോലെ സ്പോർട്സ് മന്ത്രി പല കായിക ഇനത്തിലുള്ള വിദഗ്ധരെ വിളിച്ചുകൊണ്ട് ഈ സ്പോർട്സിന് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, സംസ്ഥാനത്തിന് എങ്ങനെ മറ്റുള്ള സംസ്ഥാനത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കാം. നമ്മൾ ഒന്നാം സ്ഥാനത്ത് നാഷണൽ ഗെയിംസിന് ഒന്നാം സ്ഥാനത്ത് നിന്ന് കേരളം ഇന്ന് 9ാം സ്ഥാനത്തേക്ക് പുറന്തള്ളപ്പെട്ടു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് 8 വയസ്സുള്ള ഒരു കുട്ടിയെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് പകരം 17 വയസ്സുള്ള ഒരു കുട്ടിയിലാണ് നമ്മൾ സെലക്ഷൻ നടത്തി ഊന്നൽ കൊടുക്കുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു മന്ത്രി ഉണ്ടെങ്കിൽ മന്ത്രി വിദഗ്ധമായിട്ട് ആൾക്കാരെ വെച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, അല്ലെങ്കിൽ ആ ഉപദേശം ഈ മന്ത്രിക്ക് കൊടുക്കാൻ തക്ക പ്രാപ്തിയുള്ള ആൾക്കാരെ വെക്കുന്നില്ല. അതേപോലെ തന്നെ താഴേക്കിടയിൽ വർക്ക് ചെയ്യേണ്ട കോച്ചസിന് ശമ്പളം കൊടുക്കാൻ ഫണ്ടില്ല, ഹോസ്റ്റലുകൾ നടത്താൻ ഫണ്ടില്ല. ഇത് ഈ പ്രാരാബ്ദങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് എങ്ങനെ ഒരു താരത്തിന് ഉയർന്നു വരാൻ കഴിയും? അപ്പോൾ പ്രതാപം നിലനിർത്തണമെങ്കിൽ നമ്മൾ ഇന്ന് പണ്ടത്തെ പോലല്ല, നല്ല രീതിയിൽ പ്ലാനിങ് വേണം, ഫണ്ട് വേണം, ദീർഘദൃഷ്ടിയുള്ള നേതൃത്വം വേണം. ഇതൊന്നുമില്ല. കായിക സംഘടനകൾ തലപ്പത്തിരിക്കുന്ന പലരും അബ്കാരികളും മറ്റുള്ള ബിസിനസ്സുകാരുമാണ്. പിന്നെ എങ്ങനെ കായിക പാരമ്പര്യം ഉള്ള ഒരാൾ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റും? അപ്പോൾ തീർച്ചയായും കേരളം പിന്നിലേക്ക് പോകും, യാതൊരു സംശയമില്ല. താരങ്ങളുണ്ട്, നമുക്ക് താരങ്ങളുടെ ക്ഷാമമല്ല. നമുക്കൊരു നഴ്സറി ആവാൻ പറ്റും, പക്ഷേ നമുക്കൊരിക്കലും ഒളിമ്പിക്സ് ചാമ്പ്യനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല ഒരു സംസ്ഥാനത്തിന്. കാര്യം 100 കോടി ചിലവ് ചെയ്യേണ്ടി വരും ഒരു ഒളിമ്പിക്സ് ചാമ്പ്യനെ വാർത്തെടുക്കാൻ. അത് കേന്ദ്ര ഗവൺമെൻറ്റിനെ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു നഴ്സറി ആയിട്ട് താരങ്ങളെ വാർത്തെടുത്ത് ദേശീയ തലത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു കഴിവ്, ഒരു ആർജവം അല്ലെങ്കിൽ ഒരു പ്ലാനിങ്, അതിന് നമ്മുടെ നേതൃത്വം ചിന്തിക്കണം. എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കണം. അതിനെപ്പറ്റി ആൾക്കാർ അവരുടെ ഉപദേശകരായിട്ട് വെക്കണം. ഇന്നിപ്പോൾ ഇവിടെ പരിശീലകന് 3 മാസം, താൽക്കാലിക പരിശീലകർക്ക് 3 മാസമായിട്ട് ശമ്പളം കൊടുത്തിട്ടില്ല കേരള സ്പോർട്സ് കൗൺസിൽ. പെൻഷൻ പറ്റിയവർക്ക് 3 മാസത്തെ പെൻഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ പ്രാരാബ്ദങ്ങൾ, അതാണ് ഹോസ്റ്റലുകൾക്ക് സാമ്പത്തിക സഹായം കൊടുത്തിട്ടില്ല. പലരും കടം വാങ്ങിച്ച് ഇനി ചെല്ലുമ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സാധന സാമഗ്രികൾ കൊടുക്കത്തില്ലെന്ന് കടക്കാർ പറയാൻ തുടങ്ങി. ഈ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ ഒരു താരത്തിന് ഉണ്ടായിക്കൊള്ളു, അല്ലെങ്കിൽ ആ താരത്തിന് ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റും? താരം എപ്പോഴും അവൻ്റെ പെർഫോമൻസ് ഡെവലപ്പ് ചെയ്യാനും അവന് പ്രശസ്തി കിട്ടാനും അവന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനുമുള്ള എവിടെയെങ്കിലും ആരെങ്കിലും ക്ഷണിച്ചാൽ അങ്ങോട്ടേക്ക് പോകും. അതുകൊണ്ടാണ് പല താരങ്ങളും ഇപ്പോൾ HS പ്രണോയ് ബാഡ്മിൻ്റണിൽ പോയി. ഇതിനു മുമ്പ് പല താരങ്ങളും കേരളം വിട്ടുപോയി.
കാര്യം ഇവിടെ നല്ലൊരു വിളനിലമല്ല, അവർക്ക് പറ്റിയ സ്ഥലമല്ല എന്ന് അവർക്ക് മനസ്സിലായി. അവരുടെ വളർച്ചയ്ക്ക് ഒരിക്കലും സഹായം ചെയ്യുന്ന ഒരു സംസ്ഥാനമല്ല കേരളം. അവരുടെ ഒരു സ്പോർട്സ് താരം ഫ്രണ്ട്ലി സംസ്ഥാനമല്ല ഇതായി മാറി. വ്യവസായമായിരുന്നു നേരത്തെ പോയത്, ഇപ്പോൾ സ്പോർട്സ് താരങ്ങളും പോകാൻ തുടങ്ങി. ഇത് ആരുടെ വെടിപ്പുകളാണ്? അല്ല, ഈ മറ്റ് താരങ്ങളൊക്കെ തന്നെ ഈ സംസ്ഥാനം വിട്ടുപോകുന്നു എന്ന് പറയുന്നു. അത് മറ്റ് സംസ്ഥാനങ്ങൾ അവരെ അബ്സോർവ് ചെയ്യുകയാണോ ശരിക്കും? അതെ, മറ്റു താരങ്ങൾ ഇപ്പോൾ അവർക്ക് ഇപ്പോൾ ആവശ്യം എന്ന് വെച്ചാൽ ഒരു തമിഴ്നാട് ഫോർ എക്സാമ്പിൾ, അവർ സ്പോർട്സ് എന്താ ചെയ്തിരിക്കുന്നത്, സ്പോർട്സ് താഴേക്ക് കിടക്കുക, അല്ലെങ്കിൽ പിന്നെ ബീഹാർ, ഇവർ ഹോക്കിയെ തന്നെ, ഇന്ത്യൻ ഹോക്കിയെ തന്നെ അവർ സ്പോൺസർ ചെയ്യുകയാണ്, ബീഹാർ എന്ന സംസ്ഥാനം. എന്നാലോചിച്ച് ഒരു സംസ്ഥാനം രാജ്യത്തിൻ്റെ ഒരു കായിക ഇനത്തിന് ഇൻ്റർനാഷണൽ ലെവലിൽ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞാൽ അവരെന്തുകൊണ്ടാണ് അത് എടുക്കുന്നത്? അത്രയ്ക്ക് ഇമ്പോർട്ടൻസോട്. കാര്യം ആ സംസ്ഥാനത്തിന് ഈ താരങ്ങളെ സ്പോൺസർ ചെയ്യുന്നതോട് കിട്ടുന്നുള്ള ഇമേജ്, അതുമാത്രമല്ല അവരുടെ സംസ്ഥാനം മുന്തിയ സംസ്ഥാനമായി മാറാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉദാഹരണമാണ്. അപ്പോൾ ഒരു താരത്തിനെ സംബന്ധിച്ചോളം എപ്പോഴും സുരക്ഷമായിട്ടുള്ളൊരു ഇളം, അവന് പ്രാക്ടീസ് ചെയ്യണം മര്യാദയ്ക്ക്, അന്തർദേശീയ നിലവാരത്തേക്ക് എത്താനുള്ള സാങ്കേതികമായിട്ടുള്ള സഹായം കിട്ടണം, അവന് വിദേശത്ത് പോയിട്ട് കളിക്കാനുള്ള എല്ലാവിധ സൗകര്യം കിട്ടണം, നല്ല ട്രെയിനിങ് കിട്ടണം, നല്ല ഭക്ഷണം കിട്ടണം, നല്ല താമസം കിട്ടും. ഇതൊക്കെ ഇതിനേക്കാളും ഉപരി അവന് സുരക്ഷിതമായിട്ടൊരു ജീവിതം നയിക്കാനുള്ള സാമ്പത്തികം കൂടെ കിട്ടണം. ഇത് കിട്ടിയ താരങ്ങൾ അങ്ങോട്ട് പോകും. കേരളം ഏത് താരത്തിനെയാണ് ബഹുമാനിച്ചിട്ടുള്ളത്? മെഡൽ നേടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പല സംസ്ഥാന അസോസിയേഷൻ്റെയും തലപ്പത്തിരിക്കുന്ന ഒരു താരങ്ങളെ ആദരിക്കാനോ ഒന്നുമല്ല, അവരങ്ങോട്ടും ഇങ്ങോട്ടും ആദരിക്കുക ചെയ്യുന്നത്. കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള കളികളാണ് എത്ര സംസ്ഥാന അസോസിയേഷനുള്ള കേസിൽ നടക്കുന്നത്. എന്തുകൊണ്ടാണ്? അവർ കായിക താരത്തിന് ഇപ്പോൾ സഞ്ജു സാംസനെ ഇപ്പോൾ ടീമിലെടുത്തിട്ടില്ല, ഇന്ത്യൻ ടീമിലെത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ആരാണ് ഇവിടെ ഇരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഇവിടെ ഇരിക്കുന്ന കായിക സംഘടനയിലെ ആൾക്കാരുണ്ട്. അവർ പറയുന്നത് ഇവിടുന്ന് ഒരു ടൂർണമെൻറ്റ് കളിച്ചിട്ടില്ല, പക്ഷേ അവർ പറയുന്നത് ഞങ്ങൾ ആക്ഷൻ എടുത്തിട്ടില്ല, പരസ്യമായിട്ട് ആക്ഷൻ എടുത്തില്ല എന്ന് പറയും. പക്ഷേ രഹസ്യമായിട്ട് മീറ്റിങ്ങിൽ ചെല്ലുമ്പോൾ എന്താ പറയുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞ സംഘടന ഒരു കായിക സംഘടനയായാലും ശരി, അതൊരു കോക്കസാണ്. അവർ കസേര വെച്ച് മാറുക എന്നുള്ളതാണ്, ജനാധിപത്യമില്ല. അത് ഈ കായിക സംഘടനയായാലും ശരി, സംസ്ഥാന സർക്കാർ ഇപ്പോൾ പല ഏജൻസികളാണ്. സ്പോർട്സ് കൗൺസിലുണ്ട്, സ്പോർട്സ് കേരള ഒരു കമ്പനിയുണ്ട്, ഡയറക്ടറേറ്റ് ഓഫ് സ്പോർട്സ് ഉണ്ട്. ഇത് മൂന്ന് തലത്തിലാണ് നിൽക്കുന്നത്. ഇവർ തമ്മിൽ ഒരു കോർഡിനേഷൻ ഇല്ല. ഇപ്പോൾ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൽ ഇരിക്കുന്ന അവിടുത്തെ സ്റ്റാഫുകൾക്കൊന്നും ജോലി അറിയത്തില്ല. അപ്പോൾ ഈ സ്പോർട്സ് താരത്തിന് ഇപ്പോൾ നാഷണൽ ഗെയിംസിന് പോകാനായിട്ട് അവർക്ക് ക്യാമ്പ് നടത്താനുള്ള ഫണ്ടോ എക്യുപ്മെൻറ്റ് പർച്ചേസ് ചെയ്യാനുള്ള സാമ്പത്തികമോ സ്പോർട്സ് കൗൺസിലിൻ്റെ എംപ്ലോയീസ് കറക്റ്റായിട്ട് എഴുതി മിനിസ്ട്രിയിലേക്ക് എത്തിച്ചിട്ടില്ല. എത്തിച്ചാലല്ലേ മിനിസ്ട്രിയിൽ നിന്ന് ഫണ്ട് അനുവദിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ ഫണ്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ഈ സംഭവം ഇവർക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് എത്തിക്കേണ്ട ഏത് ഏജൻസിയാണ്? അതുപോലും ചെയ്യാനുള്ള ബേസിക് നോളജ് ഇല്ലാത്ത ആൾക്കാരാണ് കായിക കേരളത്തിനെ ഭരിക്കുന്നതും കായിക കേരളത്തിൻ്റെ തലപ്പത്തിരിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും. അപ്പോൾ പിന്നെ കോച്ചസിൻ്റെ കാര്യം പറയണോ? കോച്ചസിന് ട്രെയിനിങ് ഇല്ല. കോച്ചസിനെ വിദേശത്തനുസരിച്ച് പുതിയ ഡെവലപ്മെൻറ്റ്സ് അവരൊക്കെ ട്രെയിനിങ് കൊടുത്താലല്ലേ. ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്തതിടത്തും പിന്നെ പെൻഷൻ പോലും കൊടുക്കാൻ പറ്റാത്തടത്തും ഇപ്പോൾ ദ്രോണാചാര്യം നേടിയ കോച്ചസ് വരെയുണ്ട്. 3 മാസമായിട്ട് ശമ്പളം കിട്ടിയിട്ടില്ല. പേരെടുത്ത് പറയുന്നില്ല. ഇവിടുത്തെ അഞ്ജു ബോബി ജോർജിന് മുതലുള്ളവരെ കോച്ച് ചെയ്തിട്ടുള്ള കോച്ചസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെ താരങ്ങൾ ഇവിടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റും? അപ്പോൾ കേരളം സ്പോർട്സ് രംഗത്ത് തളരുകയാണോ വളരുകയാണോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ഇവിടുന്ന് വ്യവസായം വിട്ടുപോയി, അതേപോലെ സ്പോർട്സും വിട്ടുപോയി. ഇനി വിട്ടുപോകാൻ എന്താണുള്ളത്? സ്പോർട്സ് താരങ്ങളെ പിടിച്ചു നിർത്തണമെങ്കിൽ നമുക്കിവിടെ ഇൻ്റർനാഷണൽ ലെവലുള്ള ഫെസിലിറ്റീസ് കൊടുക്കണം. ആ ഫെസിലിറ്റീസ് ഒരിക്കലും ഇവിടെ വേണ്ട തരത്തിൽ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് അല്ലേ? ഫെസിലിറ്റീസും കിട്ടുന്നില്ല. ഈ ഫെസിലിറ്റീസ് മാത്രം ഒരു കായിക താരത്തിന് അവിടെ പോയി നിന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവന് അതിന് എക്യുപ്മെൻറ്റ്സ് വേണം, അവന് പരിശീലിപ്പിക്കാൻ ആൾ വേണം, അവന് താമസിക്കാനുള്ള ഫസ്റ്റ് ക്ലാസ് അക്കോമഡേഷൻ വേണം, അവന് കഴിക്കാനുള്ള ഫുഡ് വേണം, അവന് പരിശീലിക്കാനുള്ള എക്യുപ്മെൻറ്റ്സ്. ഇപ്പോൾ ഷട്ടിലാണെങ്കിൽ ബാഡ്മിൻ്റൺ ഷട്ടിൽ മേടിക്കണം, ഫുട്ബോളാണെങ്കിൽ ഫുട്ബോൾ മേടിക്കണം, വോളിബോളിനാണെങ്കിൽ വോളിബോൾ മേടിക്കണം. ഈ ട്രാക്കുകൾ പഞ്ചറായി കിടക്കുന്ന അല്ലെങ്കിൽ പൊളിഞ്ഞു കിടക്കുന്ന പ്രതലങ്ങൾ നല്ല രീതിയിലുള്ള പരീക്ഷിക്കണം. ഇതൊക്കെ ആരാ ചെയ്യുക? ഒരു താരത്തിൻ്റെ കയ്യിൽ നിന്നും പണം എടുത്തിട്ട് ചെയ്യാൻ പറ്റും? ഇന്ന് തലപ്പത്തിരിക്കുന്നതെല്ലാം കായിക സംഘടന തലപ്പത്തിരിക്കുന്നതെല്ലാം പല പിന്നെ ബിസിനസ് ടൈക്കൂൺസാണ്. അവർ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്തിട്ട് ചെയ്യും ഇതൊക്കെ. അപ്പോൾ എങ്ങനെയാണ് കേരളം ഡെവലപ്പ് ചെയ്യുന്നത്? സർക്കാർ സഹായിക്കാതെ ഒരിക്കലും സ്പോർട്സിനെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഈ മാനസികമായിട്ടും ഈ കായിക താരങ്ങൾക്ക് വലിയ പീഡനം ഉണ്ടാകുന്നുണ്ട് ശരിക്കും. തീർച്ചയായിട്ടും കായിക താരങ്ങൾക്കും കോച്ചസിനും എല്ലാം കായിക സംഘടനകളിൽ നിന്നും
ഈ പിന്നെ ഇപ്പോൾ പറഞ്ഞില്ലേ നേരത്തെ, യാത്ര ചെയ്യാൻ, ട്രെയിനിൽ യാത്ര ചെയ്യാൻ ടിക്കറ്റ് പോലും മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ കായിക താരം മൂന്ന് ദിവസം ട്രെയിനിൽ ഇരുന്ന് ഡൽഹിക്ക് പോയി കളിക്കണമെങ്കിൽ എവിടെ ഇരുന്നിട്ടാവും പോയി കളിക്കുക? അവനത് മാനസിക പീഡനവും ശാരീരിക പീഡനവും അവിടെ ചെന്ന് അവൻ പെർഫോം ചെയ്യേണ്ടതാണ്. അവനെന്താണ് ആവശ്യം? യാത്രയിൽ സുഖപരമായ ഉറക്കം, റെസ്റ്റ്, നല്ല ഭക്ഷണം. ഇതില്ലാതെ അവൻ എങ്ങനെ എത്തുന്നു? അവനെ ഏത് രീതിയിൽ എല്ലാ തരത്തിലും പീഡിപ്പിക്കില്ലേ സർക്കാർ ചെയ്യുന്നത്? എന്നിട്ട് മെഡൽ നേടിയില്ലെങ്കിൽ അവനെ കുറ്റം പറഞ്ഞിട്ട് അവനെ ഇനി മെഡൽ നേടിയല്ലോ, ഒരു ജോലിക്ക് വേണ്ടി എത്രയോ വർഷം കാത്തിരിക്കണം, ഒരു ആദരവിന് വേണ്ടി എത്രയോ വർഷം, എത്ര പ്രാവശ്യം ശ്രീനേഷിനെ വിളിച്ചിട്ട് അയാൾക്ക് അവാർഡ് വിളിച്ചിട്ട് ലാസ്റ്റ് മൊമെൻറ്റ് പറഞ്ഞ് മാറ്റി വെച്ചു എന്ന് പറയുന്നു. ഏതെങ്കിലും സംസ്ഥാനം ചെയ്യും അങ്ങനെ? ഒന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിൽ ഈ ഹോക്കിയെ ഡെവലപ്പ് ചെയ്ത് ഇന്ത്യൻ ഹോക്കിയുടെ ക്യാപ്റ്റനായും ഇന്ത്യൻ ഗോൾ കീപ്പറായും വേൾഡ് തലത്തിലെത്തിയ ഒരു നമുക്ക് പാരമ്പര്യ സ്പോർട്സ്. ശ്രീജേഷിന് പോലും വേണ്ട തരത്തിലുള്ള പരിഗണന കിട്ടിയിട്ടില്ല എന്നാണല്ലേ? ഉറപ്പായിട്ടും. ശ്രീജേഷ് പക്ഷേ ഓപ്പണായിട്ട് പറയത്തില്ലായിരിക്കാം, പക്ഷേ ഞങ്ങൾ ഈ കായിക രംഗത്ത് 10-50 വർഷമായിട്ടുള്ളവർക്ക് നമുക്കറിയാം. കാര്യം ഒരു ശ്രീജേഷിന് ഇന്ന് ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുന്ന അല്ലെങ്കിൽ മറ്റു സംസ്ഥാനം കൊടുക്കുന്ന ഒരു ആദരവിൻ്റെ 10% കേരളം കൊടുത്തിരുന്നെങ്കിൽ നമുക്കെല്ലാം സന്തോഷമായിരുന്നു. ഇത് ഓരോ ബജറ്റിൽ സമയത്തും ഇതിനകത്ത് കായിക ഇതിന് വേണ്ടിയിട്ട് ഫണ്ട് മാറ്റി വയ്ക്കാറുണ്ടല്ലോ. ബജറ്റായാലും അല്ലാതെയൊക്കെ ഇതിനകത്ത് വേണ്ട തരത്തിൽ ഡിവൈഡ് ചെയ്ത് വയ്ക്കാറുണ്ട്. എന്നിട്ടത് വേണ്ട തരത്തിൽ ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല എന്ന് വേണം പറയാനല്ലേ? ഈ ഫണ്ട് നമ്മൾ ഇത് താഴേക്കടലിൽ നമ്മുടെ ആവശ്യങ്ങൾ എന്താണ്? നമ്മൾ 1975 ആവശ്യമല്ലല്ലോ 2025 ആവശ്യം. ഇത് എസ്റ്റിമേറ്റ് ചെയ്തു, ഈ കണക്ക് ഇന്ന കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞ് ഈ മന്ത്രിയുടെ സ്പോർട്സ് മന്ത്രി മുഖാന്തരം ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിക്കേണ്ടത് ആരുടെ ചുമതലയാണ്? അപ്പോൾ ഡയറക്ടറേറ്റ് എത്തിക്കുമോ, കേരള സ്പോർട്സ് കൗൺസിൽ എത്തിക്കുമോ, അതോ സ്പോർട്സ് കേരള എത്തിക്കുമോ? ആരാണ് എത്തിക്കുക? ഈ ഒരു ഏജൻസിക്ക് 3 ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിൽ പണി അറിയാവുന്ന എത്ര പേരുണ്ട്? ഇവിടെ ഇരിക്കുന്നവർക്ക് എന്താ ജോലി? അവർ ഈ സംഭവങ്ങളൊന്നും, അങ്ങനെയാണെങ്കിൽ ടിക്കറ്റ് ഇല്ലാതെയും എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കാൻ, നാഷണൽ ഗെയിംസ് എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവത്തിൽ എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കാൻ പോലും ഫണ്ട് അനുവദിക്കാതിരിക്കണമെങ്കിൽ ഇവർക്ക് ഇത്ര ഫണ്ട് വേണം, ഇന്ന ടൂർണമെൻറ്റ് കളിക്കാനാണ്, അത് എത്ര മാസം മുമ്പേ ചെയ്യണത്? ഇവിടുന്ന് ഈ ഇരിക്കുന്ന കേരള സ്പോർട്സ് കൗൺസിൽ ഇരിക്കുന്ന ഈ അവിടുത്തെ ഉദ്യോഗസ്ഥർ കറക്റ്റായിട്ട് ഇതിന് എത്തിച്ച് ഈ ഫണ്ട് ഇത്രയും വേണം മുൻകൂട്ടിയാണ് കാണുന്നത്. 1985 കിട്ടേണ്ട ഫണ്ടല്ല 2025 കിട്ടേണ്ടത്. അതിനൊരു എസ്കലേഷൻ വേണം. നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം, നമ്മുടെ എന്താണ് പ്രതീക്ഷ, നമ്മുടെ സംസ്ഥാനം ഏത് ലെവലിലേക്ക് സ്പോർട്സിൽ എത്തണം, ഇതിനൊരു പ്രതീക്ഷയില്ല, ഒരു പ്ലാനിങ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഫണ്ട് മുൻകൂട്ടി നേരത്തെ 10 കോടി കിട്ടുന്നുണ്ടെങ്കിൽ ഇത്തവണ 9 കോടി മേടിച്ചിട്ട് എന്താ കാര്യം? ഓരോ വർഷം തോറും നമുക്കുണ്ടാകുന്ന ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനനുസരിച്ചൊരു ബഡ്ജറ്റ് ഉണ്ടാക്കി ഈ ഫൈനാൻസ് മിനിസ്റ്ററിൽ എത്തിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഫണ്ട് മുൻകൂട്ടി വാങ്ങിക്കണം. അതിനുള്ള കഴിവ് ആരുടെയിലുള്ളത്? ആർക്കാണ് അതിന് സമയം? അവരെല്ലാം സ്വന്തം കാര്യം നേടാനും കസേര പിടിച്ചെടുക്കാനും സ്വന്തം ലീവ്, ക്യാഷ് ലീവ്, ഏൺ ലീവ് കിട്ടാനും അല്ലേ ശ്രമിക്കത്തുള്ളൂ, എൻക്യാഷ് ചെയ്യാനും. ഇവിടെ പെൻഷൻ കിട്ടിയെന്നോ, താൽക്കാലിക കോച്ചിന് ശമ്പളം കിട്ടിയെന്നോ, അല്ലെങ്കിൽ യാത്ര പോകാനുള്ള ഈ കായിക താരത്തിന് ട്രെയിൻ ടിക്കറ്റോ അല്ലെങ്കിൽ താമസ സൗകര്യമോ, അവന് കൊടുക്കേണ്ട ഫുഡിനുള്ള TADA റിലീസ് ചെയ്തോ, എക്യുപ്മെൻറ്റ് വാങ്ങിക്കാനുള്ളതോ, ഇതൊന്നും അവർ ചിന്തിക്കാറില്ല. ആർക്കും സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ടാം കട ഒരു രീതിയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒളിമ്പിക്സ് മെഡലിനെയോ അല്ലെങ്കിൽ വേൾഡ് ചാമ്പ്യൻസിനെയോ കേരളത്തിൽ നിന്ന് ഇനി ഒരു 5 വർഷം കൊണ്ട് പ്രതീക്ഷിക്കുന്ന, മിനിമം 5 വർഷം കൊണ്ട് പ്രതീക്ഷിക്കാവുന്ന യാതൊരു പ്രതീക്ഷയും വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.